ഓം ശാന്തി. 13/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഏറ്റവും ആദ്യം ഇത് ചിന്തിക്കൂ. ആത്മാവായ എന്നിൽ കയറിയിരിക്കുന്ന തുരുമ്പ് എങ്ങനെ മാറ്റാം? സൂചിയിൽ തുരുമ്പ് ഉണ്ടായിരിക്കുന്നത് വരെയും കാന്തത്തിന് ആകർഷിക്കുവാൻ സാധിക്കില്ല. ചോദ്യം: പുരുഷോത്തമ സംഗമയുഗത്തിൽ നിങ്ങൾക്ക് പുരുഷോത്തമനാകുന്നതിനായി ഏതൊരു പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: കർമാതീതം ആകുന്നതിൻ്റെ. ഒരു കർമ്മ സംബന്ധങ്ങളുടെയും നേർക്ക് ബുദ്ധി പോകരുത്. അതായത് കർമ്മബന്ധനം അതിൻ്റെ നേർക്ക് വലിക്കരുത്. മുഴുവൻ കണക്ഷനും ഒരു ബാബയുമായി ഉണ്ടായിരിക്കട്ടെ. ആരോടും ഹൃദയം ചേർന്നിട്ടുണ്ടാകരുത്. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യൂ. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങളിൽ തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓർമ്മയിലിരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. ഗീതം: ഉണരൂ സജിനിമാരെ, ഉണരൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ, അതായത് ആത്മാക്കൾ, ശരീരത്തിലൂടെ ഗീതം കേട്ടു. കാരണം ബാബ ഇപ്പോൾ കുട്ടികളെ ആത്മാഭിമാനി ആക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിൻ്റെയും ജ്ഞാനം ലഭിക്കുന്നു. ആത്മാവിൻ്റെ സത്യമായ ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ പോലും ലോകത്തിലില്ല. അപ്പോൾ പിന്നെ പരമാത്മാവിൻ്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നത്. മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതും ശരീരത്തോടൊപ്പം തന്നെയാണ്. ശരീരമില്ലാതെ ആത്മാവിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആത്മാവ് അറിയുന്നുണ്ട് നമ്മൾ എവിടെ നിവസിക്കുന്നവരാണ്, ആരുടെ കുട്ടികളാണ് എന്ന്. ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ രീതിയിൽ അറിയുന്നു. എല്ലാവരും ആക്ടേഴ്സും പാർട്ട്ധാരിയുമാണ്. ഭിന്ന ഭിന്ന ധർമ്മത്തിലെ ആത്മാക്കൾ എപ്പോൾ വരുന്നു, ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ബാബ ഡീറ്റെയിലായി മനസ്സിലാക്കിക്കുന്നില്ല, ഹോൾസെയിലായി മനസ്സിലാക്കിക്കുന്നു. ഹോൾസെയിൽ എന്നാൽ ഒരു സെക്കൻഡിൽ ഇങ്ങനെയുള്ള അറിവ് നൽകുന്നു. അതിലൂടെ സത്യുഗത്തിൻ്റെ ആദ്യം മുതൽ അന്തിമം വരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ ആരാണ്. ആ ഒന്നിന് ഈ ഡ്രാമയിൽ എന്ത് പാർട്ടാണുള്ളത്, ഇതും അറിയുന്നു. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. സർവരുടെയും സദ്ഗതി ദാതാവാണ്. ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവനാണ്. ശിവജയന്തി പാടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ശിവജയന്തി ഏറ്റവും ഉയർന്നതാണ് എന്ന് പറയും. വിശേഷിച്ച് ഭാരതത്തിലാണ് ജയന്തി ആഘോഷിക്കുന്നത്. ഏതെല്ലാം രാജധാനിയിൽ ഏതെല്ലാം ഉയർന്ന പുരുഷന്റെ പാസ്റ്റിലെ ഹിസ്റ്ററി നല്ലതായിരിക്കുന്നുവോ അപ്പോൾ അവരുടെ സ്റ്റാമ്പും ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശിവന്റെ ജയന്തിയും ആഘോഷിക്കുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഏറ്റവും ഉയർന്ന ജയന്തി ആരുടേതായി, ആരുടെ സ്റ്റാമ്പാണ് ഉണ്ടാക്കേണ്ടത്? ഏതെങ്കിലും സന്യാസിമാരുടെ അഥവാ സിഖുകാരുടെ, മുസൽമാന്മാരുടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ? ഏതെങ്കിലും നല്ല ഫിലോസഫർ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റാമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ റാണ പ്രതാപ് തുടങ്ങിയവരുടേതും ഉണ്ടാക്കുന്നത് പോലെ. ഇപ്പോൾ വാസ്തവത്തിൽ സ്റ്റാമ്പ് ഉണ്ടാകേണ്ടത് സർവരുടെയും സദ്ഗതി ദാതാവായ ബാബയുടേതാണ്. ഈ സമയം ബാബ വന്നില്ലായിരുന്നു എങ്കിൽ സദ്ഗതി എങ്ങനെ ഉണ്ടാകും? കാരണം എല്ലാവരും രൗരവ നരകത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ് ശിവബാബ, പതീത പാവനൻ. ശിവന്റെ ക്ഷേത്രവും വളരെ ഉയർന്ന സ്ഥാനത്ത് ഉണ്ടാക്കുന്നു. കാരണം ഉയർന്നതിലും ഉയർന്നതാണല്ലോ. ബാബ തന്നെ വന്ന് ഭാരതത്തെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. എപ്പോൾ ആ ഒന്ന് വരുന്നുവോ അപ്പോൾ സദ്ഗതി ചെയ്യുന്നു.
അതിനാൽ ആ ബാബയുടെ തന്നെ ഓർമ്മയാണ് ഉണ്ടായിരിക്കേണ്ടത്. സ്റ്റാമ്പും ശിവ് ബാബയുടേത് എങ്ങനെ ഉണ്ടാക്കിക്കും? ഭക്തി മാർഗത്തിലാണെങ്കിൽ ശിവലിംഗം ഉണ്ടാക്കുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ആത്മാവാണ്. ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രവും ശിവന്റേതാണ് എന്ന് അംഗീകരിക്കും. സോമനാഥം ശിവന്റെ ക്ഷേത്രമാണല്ലോ. ഭാരതവാസികൾ തമോ പ്രധാനമായത് കാരണം ശിവൻ ആരാണ് എന്നതും അറിയുന്നില്ല. ആരുടെ പൂജ ചെയ്യുന്നുവോ ആ ഒന്നിന്റെ ഓക്കുപേഷൻ അറിയുന്നില്ല. റാണ പ്രതാപും യുദ്ധം ചെയ്തു. അതാണെങ്കിൽ ഹിംസയായി. ഈ സമയത്ത് എല്ലാവരും ഡബിൾ ഹിംസകരാണ്. വികാരത്തിൽ പോകുന്നതും കാമകഠാര പ്രയോഗിക്കുന്നതും ഹിംസയാണല്ലോ. ഡബിൾ അഹിംസകർ ഈ ലക്ഷ്മി നാരായണന്മാരാണ്. മനുഷ്യർക്ക് പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാകുമ്പോഴേ അർത്ഥസഹിതമായ സ്റ്റാമ്പ് ഇറങ്ങുകയുള്ളൂ. സത്യയുഗത്തിൽ സ്റ്റാമ്പ് ഇറങ്ങുന്നത് തന്നെ ഈ ലക്ഷ്മി നാരായണന്റേതാണ്. ശിവ് ബാബയുടെ ജ്ഞാനം അവിടെ ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഉയർന്നതിലും ഉയർന്ന ലക്ഷ്മി നാരായണന്റെ തന്നെ സ്റ്റാമ്പായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴും ഭാരതത്തിന്റെ ആ സ്റ്റാമ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ത്രിമൂർത്തി ശിവൻ. അത് അവിനാശിയായി ഇരിക്കേണ്ടതാണ്. കാരണം ഭാരതത്തിന് അവിനാശി രാജസിംഹാസനം നൽകുന്നു. പരംപിത പരമാത്മാവ് തന്നെയാണ് ഭാരതത്തെ സ്വർഗമാക്കുന്നത്. നിങ്ങളിലും വളരെ പേരുണ്ട് ഇത് മറന്നു പോകുന്നു. ബാബ നമ്മെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു എന്ന്. മായ ഇത് മറപ്പിക്കുന്നു. ബാബയെ അറിയാത്തത് കാരണം ഭാരതവാസികൾ എത്ര തെറ്റുകൾ ചെയ്തു വന്നിരിക്കുന്നു. ശിവ് ബാബ എന്താണ് ചെയ്യുന്നത് ഇത് ആർക്കും അറിയില്ല. ശിവജയന്തിയുടെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ഈ നോളജ് ബാബയിലല്ലാതെ മറ്റാരിലും ഇല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മേലും ദയവ് കാണിക്കൂ. തൻ്റെ മേലും സ്വയം ദയവ് കാണിക്കൂ. ടീച്ചർ പഠിപ്പിക്കുന്നു. ഇതും ദയവ് കാണിക്കുന്നതാണല്ലോ. ഈ ഒന്നും പറയുന്നു ഞാൻ ടീച്ചറാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇതിന്റെ നാമം പാഠശാലയെന്നും പറയുകയില്ല. ഇതാണെങ്കിൽ വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ്. ബാക്കിയെല്ലാം അസത്യനാമമാണ്. അത് മുഴുവൻ യൂണിവേഴ്സിനും വേണ്ടിയുള്ള കോളേജൊന്നുമല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി ഒരു ബാബയുടേത് തന്നെയാണ്. ആരാണോ മുഴുവൻ വിശ്വത്തിൻ്റെയും സദ്ഗതി ചെയ്യുന്നത്. വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റി ഇതൊന്നു മാത്രമാണ്. ഈ ഒന്നിലൂടെ തന്നെയാണ് എല്ലാവരും മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകുന്നത്. അതായത് ശാന്തിയും സുഖവും പ്രാപ്തമാക്കുന്നത്. യൂണിവേഴ്സ് ഇതാണല്ലോ. അതിനാൽ ബാബ പറയുന്നു ഭയപ്പെടാതിരിക്കൂ. ഇതാണെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയും ഉണ്ടാകുന്നു. അതായത് എമർജൻസിയുടെ ടൈമിൽ ആരും ആര് പറയുന്നതും കേൾക്കുന്നില്ല. പ്രജയുടെ മേൽ പ്രജയുടെ രാജ്യം നടക്കുന്നു. മറ്റൊരു ധർമ്മത്തിലും തുടക്കം മുതൽ രാജധാനി നടക്കുന്നില്ല. അവരാണെങ്കിൽ ധർമ്മം സ്ഥാപിക്കുവാനാണ് വരുന്നത്. പിന്നെ എപ്പോഴാണോ ലക്ഷങ്ങളുടെ ജനസംഖ്യ ഉണ്ടാകുന്നത് അപ്പോൾ രാജ്യം ഭരിക്കാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ ബാബ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു യൂണിവേഴ്സിന് വേണ്ടി. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ദൈവിക രാജധാനി ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു. കൃഷ്ണൻ, നാരായണൻ, രാമൻ തുടങ്ങിയവരുടെ കറുത്ത ചിത്രങ്ങളും നിങ്ങൾ കൈകളിലെടുക്കൂ. പിന്നെ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. കൃഷ്ണനെ ശ്യാമസുന്ദരം എന്ന് എന്തുകൊണ്ട് പറയുന്നു? സുന്ദരനായിരുന്നു, പിന്നെ എങ്ങനെയാണ് ശ്യാമമാകുന്നത്? ഭാരതം തന്നെയാണ് ഹെവൻ ആയിരുന്നത്, ഇപ്പോൾ ഹെല്ലാണ്. ഹെൽ എന്നാൽ കറുത്തത്, ഹെവൻ എന്നാൽ വെളുത്തത്. രാമരാജ്യത്തെ പകലെന്നും
രാവണ രാജ്യത്തെ രാത്രി എന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും ദേവതമാരെ കറുപ്പാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങളാണെങ്കിൽ ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്, അവരല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണല്ലോ, ഇവിടെ നിങ്ങൾ സംഗമയുഗത്തിൽ തന്നെയാണ്. പുരുഷോത്തം ആകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വികാരി പതീത മനുഷ്യരുമായി നിങ്ങൾക്ക് ഒരു കണക്ഷനുമില്ല. ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനാൽ കർമ്മ സംബന്ധങ്ങളുമായി ഹൃദയം ചേരുന്നു. കർമാതീതമാകണം. അതിന് ആവശ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾക്ക് പരമാത്മാവാകുന്ന പിതാവിനോട് എത്ര സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ആഹാ, ബാബ നമ്മെ പഠിപ്പിക്കുന്നു. ആ ഉന്മേഷം ആരിലും ഉണ്ടായിരിക്കുന്നില്ല. മായ ഓരോ നിമിഷവും ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ശിവബാബ നമ്മൾ ആത്മാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആകർഷണവും ആ സന്തോഷവും ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ഏത് സൂചിയിലാണോ അല്പം പോലും തുരുമ്പില്ലാത്തത്, അതിനെ കാന്തത്തിന് മുന്നിൽ നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ഉടൻ ഒട്ടിപ്പിടിക്കും. അല്പമെങ്കിലും തുരുമ്പ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുകയില്ല, ആകർഷണം ഉണ്ടാവുകയില്ല. എവിടെയാണോ ഇല്ലാതിരിക്കുന്നത് അതിൻ്റെ നേർക്ക് കാന്തം ആകർഷിക്കും. കുട്ടികൾക്ക് ആകർഷണമുണ്ടാകുന്നത് ഓർമ്മയുടെ യാത്രയിൽ ആയിരിക്കുമ്പോഴാണ്. തുരുമ്പുണ്ടായിരിക്കുമെങ്കിൽ ആകർഷിക്കുവാൻ സാധിക്കില്ല. ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ സൂചി പൂർണ്ണമായും പവിത്രമാകുമ്പോൾ ആകർഷണവും ഉണ്ടാകും. ആകർഷണമുണ്ടാകുന്നില്ല, കാരണം തുരുമ്പ് കയറിയിരിക്കുകയാണ്. നിങ്ങൾ വളരെയധികം ഓർമ്മയിലിരിക്കുമെങ്കിൽ വികർമ്മം ഭസ്മമാകുന്നു. ശരി, പിന്നെ അഥവാ ഏതെങ്കിലും പാപം ചെയ്യുന്നുവെങ്കിൽ അതിന് 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. തുരുമ്പ് കയറുന്നു, ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മ മറക്കുന്നതിലൂടെ തുരുമ്പ് കയറുന്നു. അപ്പോൾ ആ ആകർഷണവും സ്നേഹവും ഉണ്ടായിരിക്കുന്നില്ല. തുരുമ്പ് മാറിയിട്ടുണ്ടാകുമെങ്കിൽ സ്നേഹവും ഉണ്ടായിരിക്കും, സന്തോഷവും ഉണ്ടായിരിക്കും. മുഖം സന്തോഷമുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ ഇങ്ങനെയാകണം. സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ പഴയ ജീർണിച്ച കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയുമായി ബുദ്ധിയോഗം തന്നെ മുറിക്കുന്നു. ഏതെല്ലാം തിളക്കമാണോ ഉണ്ടായിരുന്നത് അതും അപ്രത്യക്ഷമാകുന്നു. ബാബയോട് അല്പം പോലും സ്നേഹമുണ്ടായിരിക്കുന്നില്ല. സ്നേഹമുണ്ടായിരിക്കുന്നത് ആര് നല്ല രീതിയിൽ ബാബയെ ഓർമ്മിക്കുന്നുണ്ടാകുമോ അവർക്കായിരിക്കും. ബാബയ്ക്കും അവരോട് ആകർഷണമുണ്ടാകും. ഈ കുട്ടി സർവീസും നന്നായി ചെയ്യുന്നു, യോഗത്തിലും ഇരിക്കുന്നു. അപ്പോൾ ബാബയുടെ സ്നേഹം അവരിലുണ്ടായിരിക്കും. തൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കുന്നു. നമ്മളിലൂടെ ഏതെങ്കിലും പാപം ഉണ്ടായില്ലല്ലോ. അഥവാ ഓർമ്മിക്കുകയില്ലെങ്കിൽ തുരുമ്പ് എങ്ങനെ മാറും? ബാബ പറയുന്നു, ചാർട്ട് വയ്ക്കും, അപ്പോൾ തുരുമ്പ് മാറും. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകണമെങ്കിൽ തുരുമ്പ് മാറേണ്ടതാണ്. മാറുന്നുമുണ്ട്, പിന്നെ കയറുന്നുമുണ്ട്. 100 മടങ്ങ് ശിക്ഷയുണ്ടാകുന്നു. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുന്നുണ്ട്. ബാബ പറയുന്നു, തുരുമ്പ് മാറ്റാതെ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷയും ലഭിക്കുന്നു, പദവിയും ഭ്രഷ്ടമാകുന്നു. ബാക്കി ബാബയിൽ നിന്നും എന്ത് സമ്പത്താണ് ലഭിച്ചത്? കൂടുതൽ തുരുമ്പ് കയറും വിധത്തിലുള്ള കർമ്മം ചെയ്യുവാൻ പാടില്ല. ആദ്യം തൻ്റെ തുരുമ്പ് മാറ്റുന്നതിൻ്റെ ചിന്ത വയ്ക്കൂ. ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ബാബ മനസ്സിലാക്കും ഇവരുടെ ഭാഗ്യത്തിലില്ല എന്ന്.
ക്വാളിഫിക്കേഷൻ വേണ്ടതാണ്, നല്ല ക്യാരക്ടേഴ്സ് വേണ്ടതാണ്. ലക്ഷ്മി നാരായണന്റെ ക്യാരക്ടേഴ്സ് പാടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്തെ മനുഷ്യർ അവരുടെ മുന്നിൽ തൻ്റെ ക്യാരക്ടർ വർണ്ണിക്കുന്നു. ശിവബാബയെ അറിയുന്നതേയില്ല. സദ്ഗതി ചെയ്യുന്നവൻ ആ ഒന്നാണ്. സന്യാസിമാരുടെ അടുക്കിലേക്ക് പോകുന്നു. പക്ഷേ സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്ന് തന്നെയാണ്. ബാബ തന്നെയാണ് സ്വർഗം സ്ഥാപിക്കുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങുക തന്നെ വേണം. ബാബയ്ക്കല്ലാതെ ആർക്കും പാവനമാക്കുവാൻ സാധിക്കില്ല. മനുഷ്യർ കുഴിക്കുള്ളിൽ പോയി ഇരിക്കുന്നു. ഇതിനേക്കാൾ ഗംഗയിൽ പോയി ഇരിക്കുകയാണെങ്കിൽ ശുദ്ധമായേനെ. കാരണം പതീത പാവനി ഗംഗ എന്ന് പറയുന്നുവല്ലോ. മനുഷ്യർ ശാന്തി ആഗ്രഹിക്കുന്നു. അവർ എപ്പോഴാണോ വീട്ടിൽ പോകുന്നത് അപ്പോൾ പാർട്ട് പൂർത്തിയാകും. നമ്മൾ ആത്മാക്കളുടെ വീട് തന്നെ നിർവാണധാമമാണ്. ഇവിടെ ശാന്തി എവിടെ നിന്നും വന്നു? തപസ്യ ചെയ്യുന്നു. അവരും കർമ്മം ചെയ്യുന്നുവല്ലോ. ചെയ്ത ശേഷം ശാന്തിയിലിരിക്കും. ശിവബാബയെ അറിയുന്നതേയില്ല. അതെല്ലാം ഭക്തി മാർഗമാണ്. പുരുഷോത്തമ സംഗമയുഗം ഒന്ന് തന്നെയാണ്. എപ്പോഴാണോ ബാബ വരുന്നത്, ആത്മാവ് സ്വച്ഛമായി മുക്തി ജീവൻ മുക്തിയിലേക്ക് പോകുന്നു. ആര് പ്രയത്നിക്കുമോ അവർ രാജ്യം ഭരിക്കും. ബാക്കി ആര് പ്രയത്നിക്കുന്നില്ലയോ അവർ ശിക്ഷകൾ അനുഭവിക്കും. തുടക്കത്തിൽ ശിക്ഷകളുടെ സാക്ഷാത്കാരം കാണിച്ചു തന്നിരുന്നു. പിന്നെ അന്തിമത്തിലും സാക്ഷാത്കാരം ഉണ്ടാകും. നമ്മൾ ശ്രീമത്തനുസരിച്ച് നടന്നില്ല, അതിനാൽ ഈ അവസ്ഥ ഉണ്ടായി എന്ന് കാണും. കുട്ടികൾക്ക് മംഗളകാരിയാകേണ്ടതുണ്ട്. ബാബയുടെയും രചനയുടെയും പരിചയം നൽകണം. സൂചിയെ മണ്ണെണ്ണയിൽ ഇട്ടു വയ്ക്കുകയാണെങ്കിൽ തുരുമ്പ് മാറും. അതുപോലെ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ തുരുമ്പ് മാറുന്നു. ഇല്ലെങ്കിൽ ആ ആകർഷണവും ആ സ്നേഹവും ബാബയിലേക്ക് ഉണ്ടായിരിക്കുകയില്ല. സ്നേഹം മുഴുവൻ ബന്ധുമിത്രാദികളിലും മറ്റും പോകുന്നു. മിത്രസംബന്ധികളുടെ അടുക്കൽ പോയി വസിക്കുന്നു. ആ തുരുമ്പ് പിടിപെട്ട സംഘം എവിടെ? ഈ സംഘം എവിടെ? തുരുമ്പ് പിടിച്ച വസ്തുവിന്റെ സംഘത്തിൽ അതിലും തുരുമ്പ് കയറും. തുരുമ്പ് മാറ്റുവാനാണ് ബാബ വരുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് പാവനമാകുന്നത്. പകുതി കൽപ്പമായി വളരെ ശക്തമായി തുരുമ്പ് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ബാബയാകുന്ന കാന്തം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ബുദ്ധിയുടെ യോഗം എത്രത്തോളം എന്നോട് ഉണ്ടാകുമോ അത്രയും തുരുമ്പ് മാറും. പുതിയ ലോകം ഉണ്ടാവുക തന്നെ വേണം. സത്യയുഗത്തിൽ ആദ്യം വളരെ ചെറിയ വൃക്ഷമായിരിക്കുന്നു, ദേവീ ദേവന്മാരുടേത്. പിന്നീട് അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് തന്നെ നിങ്ങളുടെ അടുക്കൽ വന്ന് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്നും ആരും വരുന്നില്ല. മറ്റു ധർമ്മത്തിലുള്ളവരുടേത് മുകളിൽ നിന്നും വരുന്നത് പോലെ. ഇവിടെ നിങ്ങളുടെ രാജധാനി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ആധാരവും പഠനത്തിന്മേലാണ്. ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിന്മേലാണ്. ബുദ്ധിയോഗം പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തുരുമ്പ് പിടിക്കുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാ കണക്കുകളും സമാപ്തമാക്കി ജീവിച്ചിരിക്കെ എല്ലാം സമാപ്തമാക്കിയ ശേഷമാണ് വരുന്നത്. സന്യാസിമാരും സന്യാസം ചെയ്യുമെങ്കിലും എത്ര സമയം വരെയും എല്ലാം ഓർമ്മ വന്നുകൊണ്ടിരിക്കും. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് സത്യത്തിൻ്റെ സംഘം ലഭിക്കുന്നു. നമ്മൾ നമ്മുടെ ബാബയുടെ തന്നെ ഓർമ്മയിലിരിക്കുന്നു. ബന്ധുമിത്രാദികളെയും മറ്റും അറിയുന്നൊക്കെയുണ്ട്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുന്നു. കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നു. പവിത്രമാകണം, മറ്റുള്ളവരെയും പഠിപ്പിക്കണം. പിന്നെ ഭാഗ്യത്തിലുണ്ടായിരിക്കുമെങ്കിൽ അതനുസരിച്ച് നടക്കാൻ തുടങ്ങും. ബ്രാഹ്മണ കുലത്തിലേതേ അല്ലെങ്കിൽ
ദേവതാകുലത്തിൽ എങ്ങനെ വരും? വളരെ സഹജമായി പോയിന്റ്സ് നൽകുന്നു. അത് ഉടൻ ആരുടെയും ബുദ്ധിയിൽ ഇരിക്കണം. വിനാശകാലെ വിപരീത ബുദ്ധി ആയവരുടെ ചിത്രവും ക്ലിയറാണ്. ഇപ്പോൾ ആ സോവർണിറ്റി ഇല്ല. ദൈവിക സോവർണിറ്റി ഉണ്ടായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പഞ്ചായത്തി രാജ്യമാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ തുരുമ്പ് മാറണം. അപ്പോഴേ ആർക്കെങ്കിലും അമ്പേൽക്കുകയുള്ളൂ. ആദ്യം തുരുമ്പ് മാറ്റുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. തൻ്റെ ക്യാരക്ടർ നോക്കണം. രാവും പകലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? കിച്ചണിൽ ആഹാരമുണ്ടാക്കുമ്പോൾ, റൊട്ടി തയ്യാറാക്കുമ്പോൾ എത്ര സാധിക്കുമോ ഓർമ്മയിലിരിക്കൂ? ചുറ്റിക്കറങ്ങുവാൻ പോവുകയാണെങ്കിലും ഓർമ്മയിലായിരിക്കണം. ബാബ സർവരുടെയും അവസ്ഥയെ അറിയുന്നുവല്ലോ. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ തുരുമ്പ് കൂടുതൽ കയറുന്നു. പരചിന്തനത്തിൻ്റെ ഒരു കാര്യവും കേൾക്കാതിരിക്കൂ. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതുപോലെ ബാബ ടീച്ചറിന്റെ രൂപത്തിൽ പഠിപ്പിച്ച് എല്ലാവരുടെയും മേൽ ദയവ് കാണിക്കുന്നുവോ, അതേപോലെ തൻ്റെ മേലും മറ്റുള്ളവരുടെ മേലും ദയവ് കാണിക്കണം. പഠനത്തിലും ശ്രീമത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകണം. തൻ്റെ ക്യാരക്ടർ നന്നാക്കണം. പരസ്പരം ഏതെങ്കിലും ജീർണിച്ച പഴയ പരചിന്തനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് ബാബയുമായുള്ള ബുദ്ധിയോഗം മുറിക്കരുത്. യാതൊരു പാപകർമ്മവും ചെയ്യരുത്. ഓർമ്മയിലിരുന്ന് തുരുമ്പ് മാറ്റണം. വരദാനം: ദൃഢതയിലൂടെ തരിശഭൂമിയിലും ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സഫലതാ സ്വരൂപമായി ഭവിക്കട്ടെ. ഏതൊരു കാര്യത്തിലും സഫലതാ സ്വരൂപം ആകുന്നതിനായി ദൃഢതയും സ്നേഹത്തിൻ്റെ സംഘടനയും ആവശ്യമാണ്. ഈ ദൃഢത തരിശഭൂമിയിലും ഫലം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതുപോലെ ഇക്കാലത്ത് സയൻസിൻ്റെ മേഖലയിലുള്ളവർ മണലിൽ പോലും ഫലം ഉൽപ്പാദിപ്പിക്കുവാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ താങ്കൾ സൈലൻസിൻ്റെ ശക്തിയിലൂടെ സ്നേഹത്തിൻ്റെ ജലം നൽകി ഫലഭൂവിഷ്ടമാക്കൂ. ദൃഢതയിലൂടെ പ്രതീക്ഷ ഇല്ലാത്തവരിലും പ്രതീക്ഷയുടെ ദീപം തെളിയിക്കുവാൻ സാധിക്കും. കാരണം ധൈര്യത്തിലൂടെ ബാബയുടെ സഹായം ലഭിക്കുന്നു. സ്ലോഗൻ: സ്വയം തന്നെ സദാ പ്രഭുവിൻ്റെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വത്തായി മനസ്സിലാക്കി നടക്കൂ. അപ്പോൾ കർമ്മത്തിൽ ആത്മീയത വരും. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. സാരഥി എന്നാൽ ആത്മാഭിമാനി എന്നർത്ഥം. കാരണം ആത്മാവ് തന്നെയാണ് സാരഥി. ബ്രഹ്മബാബ ഈ വിധിയിലൂടെ നമ്പർ 1 സിദ്ധി പ്രാപ്തമാക്കി. അപ്പോൾ ഫാദറിനെ ഫോളോ ചെയ്യൂ. ഇതുപോലെ ബാബ ദേഹത്തെ അധീനമാക്കി പ്രവേശിക്കുന്നു. അതായത് സാരഥിയാകുന്നു. ദേഹത്തിന് അധീനം ആകുന്നില്ല. അതിനാൽ വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ബാബയ്ക്ക് സമാനം സാരഥിയുടെ സ്ഥിതിയിലിരിക്കൂ. സാരഥി സ്വതവേ തന്നെ സാക്ഷിയായി എന്തുതന്നെ ചെയ്താലും കണ്ടാലും കേട്ടാലും സർവ്വതും ചെയ്യുമ്പോഴും മായയുടെ ലേപത്തിൽ നിന്നും നിർലേപം ആയിരിക്കും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ്
ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും
ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.